ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥരേ, മാരനാഥ മാരനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥരേ, മാരനാഥ മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. അല്പസമയം കൂടെ നമുക്ക് ദൈവസേനയിൽ ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് അല്പനേരം ഒന്ന് തിരയാം. യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. സ്വർഗം ആവലോടിങ്ങനെ വിളിക്കുകയാണ്, ആര് തീയുടെ അടുക്കൽ പാർക്കാൻ വേണ്ടി ജീവിതം വേർതിരിച്ചു, നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേകർക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ ആത്മീയ കാഴ്ചപ്പാട് ശരിയായിട്ടുള്ളതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എത്തേണ്ട സ്ഥലം എവിടെയാണ്, എങ്ങനെയുള്ള സ്ഥലമാണ്, ആരാണ് അവിടെ വസിക്കുന്നത്, അവിടെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണ്, അവിടുത്തെ വെളിച്ചം എന്താണ്, അവിടുത്തെ തേജസ് എന്താണ്, അവിടുത്തെ ശോഭ എന്താണ്, അവിടെ എന്തെങ്കിലും അഴുക്കിനോ പൊട്ടിനോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ, അവിടുത്തെ തേജസ്സേറിയ സ്ഥലത്ത് ഇന്നത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എത്താൻ പറ്റുമോ? എനിക്ക് ശരീരമുണ്ട്, ശരിയാണ്, ഈ ശരീരം മരിക്കുമ്പോൾ മണ്ണിലേക്ക് പോകും, ആ ശരീരം അങ്ങ് മാറും, പക്ഷേ ആത്മാവിന് യാതൊരു മാറ്റവും വരില്ല. നമ്മുടെ ആത്മാവ്, ദൈവം തന്ന ആ ആത്മാവ്, മനുഷ്യാത്മാവ്, ആ മനുഷ്യാത്മാവ് എന്നും പാപത്തിൽ കഴിയുന്ന മനുഷ്യാത്മാവാണ്, എന്നും പിശാചിനോട് ബന്ധപ്പെടുന്ന ആത്മാവാണ്, എന്നും പാപത്തിലേക്ക് പോകാൻ ചായ്വുള്ള മനുഷ്യാത്മാവാണ്. ആ ആദാമ്യ പാരമ്പര്യം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ രക്തത്തിൽ തന്നെ പാപപ്രവണത ഒളിഞ്ഞിരിക്കുകയാണ്. പാപം ചെയ്യാനാണ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നോക്കിയാൽ അനുസരണക്കേടാണ് അതിനുള്ളത്, വാശിയാണ് അതിനുള്ളത്, ഇഷ്ടക്കുറവാണ് ഉള്ളത്, പറഞ്ഞത് അല്പം പോലും കേൾക്കില്ല. ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ്? ആ കുട്ടി പാപം ചെയ്തിട്ടൊന്നുമല്ല, ജന്മനാ തന്നെ അതിൻ്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന സ്വഭാവമാണ് പാപപ്രവണത, പാപത്തോടുള്ള ചായ്വ്, അന്ധകാരത്തിലേക്കുള്ള ചായ്വ്. ആ കുട്ടിക്ക് ലോകമോ ജഡത്തിൻ്റെ ഇമ്പങ്ങളോ ഒന്നും കാണില്ല. പക്ഷെ ആ ചെറു പ്രായത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്,
ലോകത്തിലേക്ക് പോവുക, പാപത്തിലേക്ക് പോവുക, ദുഷ്ടൻ്റെ അടിമനുഖത്തിലാകുക എന്നുള്ളത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഒരു കാലം കഴിയുമ്പോൾ നാം അത് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സാന്തരത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്നേ പറ്റുള്ളൂ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബന്ധം കിട്ടാതെ ഒന്നും നടക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിളി കിട്ടാതെ, ശൗലിനെ കുറിച്ച് അറിയാം, അവൻ തീക്ഷ്ണതയുള്ളവനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഏതാണ് സത്യദൈവം? യഹൂദന്മാർ പറയുന്ന ആ യഹോവയാണ് ദൈവം എന്നാണ് ചിന്തിച്ചത്, ശരിയാണ്. പക്ഷെ ആ യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ക്രിസ്തു അവനെ നേരിട്ട് ഇടപെട്ടു, യേശുവിനോട് നേരിട്ട് സംസാരിച്ചു, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. സാധാരണ ആ ശൗലിനെ മാറ്റാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ശൗലിൻ്റെ കാഴ്ചപ്പാട് മാറ്റാൻ സാധ്യമല്ല. അവൻ്റെ വ്യക്തമായ ചില തീരുമാനമുണ്ട്. നല്ല തീരുമാനം തന്നെയാണ്, നല്ല ജീവിതമാണ്, വചനം പഠിച്ച ജീവിതമാണ്, ഒരു കുറ്റവും ആർക്കും പറയാനില്ല. പക്ഷെ അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഇന്ന് അനേകർ അങ്ങനെയാണ്, നല്ലവരാണ്, സ്നേഹമുണ്ട്, ഒരു ദോഷവും ചെയ്യില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യില്ല, പ്രിൻസിപ്പിളുള്ള മനുഷ്യൻ. ഇന്ന് അനേകരെ നമുക്കറിയാം, അവർക്ക് ക്രിസ്തുവിനെ വേണ്ട, അവർക്ക് ക്രിസ്തുവിൻ്റെ മാനസാന്തരം വേണ്ട, ക്രിസ്തുവിൻ്റെ വചനത്താലുള്ള രൂപാന്തരം വേണ്ട, അവർക്ക് തകർന്ന ഹൃദയം വേണ്ട, അവർക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ വേണ്ട, അവർക്ക് രൂപാന്തരം വേണ്ട. അവർ ഓൾറെഡി രൂപാന്തരപ്പെട്ടവരാണെന്നാണ് ധാരണ. അതാണ് ഈ പരീശത്വം എന്ന് പറയുന്നത്. അനേകരങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പരീശത്വമുള്ളവർ. എനിക്ക് എന്നെ തന്നെ നല്ല അഭിപ്രായം. ദൈവം കാണുന്ന പോലല്ല, പരിശുദ്ധാത്മാവ് പാപവും തന്നാലേ നമുക്ക് പാപമൊന്നും കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എത്ര പാപം എനിക്കറിയാം. എൻ്റെ യൗവനകാലത്ത് ഞാൻ അനേക പാപത്തിൻ്റെ അടിമുഖത്തിൽ കിടക്കുമ്പോഴും എനിക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു കെണിയാണ്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വ്യാപരിക്കുമ്പോൾ മാത്രമാണ് അവൻ ഞാൻ പാവിയാണെന്നും എനിക്കൊരു രക്ഷകൻ വേണമെന്നുള്ള ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ എന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. ഇന്ന് അനേകം അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. വചനം കേൾക്കാൻ വരില്ല, വചനം കേട്ടാൽ മനസ്സിലാവില്ല, കുറ്റം വിധിക്കാനായിട്ട് കടന്നു വരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വലിയൊരു സമൂഹത്തിനകത്ത് സ്വർഗം പറയുന്നു, ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിലേക്ക് വരാൻ ആരുണ്ട്? നമുക്കാണ്. ഏതാണ് തീയെ? യെശയ്യാപ്രവചനം 6-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലെ പ്രവാചകനും കർത്താവിനെ കണ്ടു. തേജസ് നിറഞ്ഞ ഒരു മന്ദിരം, സാറാഫുകൾ അവരിന് ചുറ്റും നിന്നിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് കാല് മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് എന്ന് പറഞ്ഞ കാര്യം എന്നാ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അവിടെ ദൈവം സ്നേഹമാണെന്നല്ല പറയണത്. പ്രിയരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പരിശുദ്ധനായ ദൈവം സ്നേഹമായിട്ട് താഴെ ഇറങ്ങി വന്നെങ്കിലും, പുതിയ നിയമത്തിൽ വന്നെങ്കിലും ആ പരിശുദ്ധി മാറുകയില്ല. പരിശുദ്ധി മാറിയിട്ടുള്ള സ്നേഹമല്ല, പരിശുദ്ധിയിൽ നിന്നുള്ള സ്നേഹമാണ്. അനേകരം മറന്നുപോകുന്ന കാര്യം, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കണം സ്നേഹിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് സ്നേഹമാണ് പ്രിയരെ? ദൈവത്താലുള്ള സ്നേഹം, ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് സ്നേഹം. ആ സ്നേഹം എന്താണ്? കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വെറും വളിച്ച സ്നേഹം, ജഡീയ സ്നേഹം എന്നൊക്കെ പറയും. സ്വാർത്ഥ സ്നേഹം. എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഞാൻ സ്നേഹം അഭിനയിക്കും, ഇല്ലയോ തിരിച്ചാവും. സാക്ഷാൽ സ്നേഹം സ്വന്തം ഒന്നും നോക്കില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി പടഞ്ഞു മരിച്ചത് എന്ത് കണ്ടിട്ടാ? ഞാൻ മാനസാന്തരപ്പെടുമെന്ന് കണ്ടിട്ടോ? അതെ, പ്രതീക്ഷയുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിലോ ആ സ്നേഹം മാറില്ല. മരണത്തോളം ആ സ്നേഹൻ്റെ പിന്നാലെ നിൽക്കും. അതാണ് സാക്ഷാൽ സ്നേഹം എന്ന് പറയുന്നത്. അത് വിശുദ്ധിയുടെ സ്നേഹമാണ്. അത് ആ പ്രവാചകൻ കണ്ട തേജസ്സേറിയ ദൈവം, അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചമുള്ള ആ വിശുദ്ധി, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ കൂട്ടിമാട്ടി കളഞ്ഞ് വെറും ജഡികരായ സ്നേഹമായി കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വെളിപാട് പുസ്തകം 1:16 അവനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ തേജസ് എന്താണ്? ആ വിശുദ്ധി എന്താണ്? ആ തേജസ്സേറിയ മനുഷ്യപുത്രനെ കണ്ടിട്ട് ആ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. ശക്തിയേറിയവ. നമുക്കറിയാം, സൂര്യനെ നോക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് നോക്കാൻ പറ്റില്ല, നമ്മുടെ കണ്ണ് അന്ധമായി പോകും. അത്രമാത്രം ശക്തിയേറിയ ആ തേജസ്സിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടതാണെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ?
ഒരു പൊട്ടോ ഒരു പൊടിയോ ഒരു പാവോ വെച്ചോണ്ട് അവിടെ ചെല്ലാൻ പറ്റില്ല. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? തേജസ്സേറിയ രൂപാന്തരപ്പെട്ട ക്രിസ്തു, വീണ്ടും വരുന്ന ക്രിസ്തു ആരാണ്? അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാല് ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച വെള്ളവോട്ടിൻ്റെ സദൃശ്യം, ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, വലം കൈയിൽ 7 നക്ഷത്രവും, വായിൽ ഇരുവായ്ത്തലയുള്ള വാളും. ആർക്കെങ്കിലും അട്രാക്റ്റീവ് ആണോ? വേറെ ദിവസം എഴുതിയിരിക്കുന്ന സത്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. തേജസ്സേറിയ കർത്താവിനെ വേറെ ആരും അധികം പേരും കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അടുത്തോ അകലെയോ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ചെല്ലേണ്ട സ്ഥലമാണത്. എത്ര പേര് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് പാഴാക്കി കളയല്ലേ. ഈ ലോകത്തിന് വേണ്ടി, ഈ ജഡസുഖത്തിന് വേണ്ടി, ഈ സമ്പത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് കളയല്ലേ പ്രിയപ്പെട്ടവരെ. നാം ചെല്ലേണ്ട സ്ഥലം ഈ അഗ്നിയുടെ മുമ്പിലേക്കാണ്, ഈ തീയുടെ മുമ്പിലേക്കാണ്. നമുക്കറിയാം, സ്തോത്രം, അവൻ്റെ മുമ്പിലേക്കാണ് ചെല്ലേണ്ടത്. ആ വിശുദ്ധി നമുക്ക് പ്രാപിച്ചോ? പണ്ട് ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്, തീയാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ ഒരു വസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ, തീക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ബാക്കി എന്തങ്ങോട്ട് ചെന്നാലും കരിഞ്ഞു പോകും. പക്ഷെ തീ ചെന്നാൽ കരിയത്തില്ല. തീയാകണ്ടേ ഞാൻ? ഈ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഒരു ജ്വലിപ്പിക്കുന്ന തീയായി ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകുന്ന സംശയമൊന്നുമില്ല. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീതിയെ ഇഷ്ടപ്പെടുകയും അറിയുന്നവരും ഹൃദയത്തിൽ ന്യായപ്രമാണവും ഉള്ള ജനം. ദൈവത്തിന് സ്തോത്രം. 51:7. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ. നീതിയെ ഇഷ്ടപ്പെടുക, ദൈവത്തോട് നീതിയെണ്ണം പ്രാപിക്കണമെന്ന് താല്പര്യമുള്ള ജനം. വളരെ അപൂർവമായിട്ടാണത് കാണുന്നത്. എല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. കാര്യം സാധിക്കുന്നവരെ ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. കാര്യം സാധിച്ചു കഴിയുമ്പോഴോ അവരവരുടെ പഴയ ജീവിതത്തിലേക്ക് പോകും. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആളായിട്ട് ദൈവത്തെ കാണുന്നില്ല. അല്ല, എനിക്ക് രൂപാന്തരം വേണമെന്ന് ആർക്കും നിർബന്ധമില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വാഭാവികമല്ലേ? പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, നീതിയെ അറിയുന്നവരെ, ദൈവനീതി അറിയുന്നവരെ, എനിക്ക് നീതീകരണം വേണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാനിപ്പോൾ കുഴപ്പത്തിലാണെന്ന് മനസ്സിലായവർ, ഞാൻ ബന്ധനത്തിലാണെന്ന് അറിയുന്നവർ, ഞാൻ പിശാചിൻ്റെ ഉരുക്ക് മുഷ്ടിയിലാണെന്ന് അറിയുന്നവർ, എന്നെ അവനിട്ട് വിഷമിപ്പിക്കുകയാണ്, എൻ്റെ ആത്മാവ് നശിച്ചിരിക്കുകയാണെന്ന് അറിയുന്നവർ, നരകത്തിലേക്ക് എന്നെ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണെന്ന് ഉറപ്പുള്ളവർ, അതാ നീതിയെ അറിയുന്നവരെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി ഇങ്ങനെയുള്ള മനുഷ്യനെ അവൻ്റെ ബന്ധനം അഴിക്കാനും, അവൻ്റെ കെട്ടുപൊട്ടിക്കാനും, അവന് സ്വാതന്ത്ര്യം കൊടുക്കാനും, അവൻ്റെ തല ഉയർത്തുവാനും, അവൻ്റെ മേൽ കരം വെക്കുവാനും, രക്തത്തളിപ്പ് കൊടുക്കുവാനും, അവനെ ദൈവപുത്രനാക്കി മാറ്റുവാനും, നിത്യജീവൻ്റെ അവകാശം കൊടുക്കാനും വേണ്ടിയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി. നീതി അറിയുക, ദൈവനീതി അറിയുക. പാപിക്ക് വേണ്ടി പിടഞ്ഞ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ആഗ്രഹം എന്താണ്? പിതാവിൻ്റെ ആഗ്രഹം എന്താണ്? പുത്രനെ തള്ളിക്കളഞ്ഞിട്ട് അവനെ വിട്ടുകൊടുത്തിട്ട് എന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറായ സ്നേഹം. ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ള ജനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ? നമുക്ക് ഈ വേദോത്സവമുണ്ട്. അത് ഹൃദയത്തിലാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. ക്രിസ്തു വരുമ്പോൾ എല്ലാ സത്യത്തിലും നമ്മളെ വഴി നടത്തും. ഈ വേദവസ്തു എഴുതിയിരിക്കുന്ന ഒക്കെയും അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഈ അകത്തിരിക്കുന്ന ക്രിസ്തു നമുക്ക് മനസ്സിലാക്കി തരും. നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, വഴി ഇതാവുന്നു, ഇതിലെ നടന്നുകൊള്ളുക. സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്, അതാണ് ന്യായപ്രമാണ ഹൃദയത്തിലുള്ള ജനമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് നീതീകരണം പ്രാപിക്കുവാനും ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതുമായ ഒരു ജനം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥ എന്താ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എഹെസ്കേൽ പ്രവചനം 33:31. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്ന്
നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. കേൾക്കണേ, സംഘം കൂടി വരുന്ന പോലെ കൂട്ടത്തോടെ വരുന്നു. അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. സംഘം കൂടി വന്നിട്ട് എന്തിനാ? നിന്റെ മുമ്പിൽ വരുന്ന ദൈവസന്നിധിയിലേക്ക് വരുന്നു, നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. സന്തോഷമാണ്, സംഘം കൂടി വരികയാണ്. പിന്നെ അടുത്തത്, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. കേൾക്കുന്ന വചനം ഹൃദയത്തിലാക്കിക്കൊണ്ട് അതെനിക്ക് അനുസരിക്കണം, എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലേ, അനുസരിക്കാൻ കൃപ തരുന്ന ദൈവസനെ ചെന്ന് അത് നേടിയെടുക്കണം. നമുക്കറിയാമല്ലോ, ലൂക്കോസ് 18 ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു വിധവയായ സ്ത്രീയെ. അവിടെ ആവശ്യം പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്യണമെന്നാണ്. ന്യായാധിപനത് മൈൻഡ് ചെയ്തില്ല. ആ ന്യായാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തെ ഭയവില്ല, മനുഷ്യനെ ഭയവില്ല, പിന്നെ ഈ സ്ത്രീയെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്, വിധവ, ചിറ കുടിഞ്ഞ പക്ഷി. പക്ഷെ ആ ന്യായാധിപൻ പറയുന്നുണ്ട്, ഞാൻ ഇവളുടെ കാര്യം ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവള് വന്ന് എൻ്റെ മുഖത്തടിക്കും. ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല, പക്ഷെ ആ വിധവയെ പേടിക്കുന്നു. എന്താ വിധവയെ പേടിക്കാൻ? നിരന്തരം വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്, നിരന്തരം ന്യായാധിപനെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആ കാര്യം സാധിച്ചിട്ടല്ല ഞാൻ അടങ്ങില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പിന്മാറാൻ നിൽക്കുകയാണ്. ന്യായാധിപൻ എത്ര ഉയർന്ന ഉള്ളവനാണെങ്കിലും ശരി, ന്യായാധിപനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു, ന്യായാധിപനെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. ഇങ്ങനെയുള്ളവരെ ആ ദൈവം അന്വേഷിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്കെന്നറിയാമോ? മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന്. ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുമെന്ന്. എനിക്കില്ല, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. അത് തരാൻ കഴിയുന്നതിന് അടുത്ത് ചെന്നിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, കിട്ടുന്നവരെയും പ്രാർത്ഥിക്കുക. ഒരു ദൈവവേദന പറഞ്ഞിട്ടുണ്ട്, മുട്ടു പൊട്ടട്ടെ എന്ന്. ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഈ അശുദ്ധിയുടെ ജയം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുമായിരുന്നു, ലാഭമില്ലാതെ അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ പറയുന്നതിനറിയാം, അത് പോരാ, മുട്ടു പൊട്ടണം, മുട്ടേന്ന് ചോര വരണം, കാത്തിരിക്കേ. ദൈവം അറിയട്ടെ നിനക്ക് അത്രമാത്രം അത്യാവശ്യമുണ്ടെന്ന്. ദൈവം അറിയട്ടെ നീ അത്രമാത്രം ഈ പാപത്തെ വെറുക്കുന്നു എന്ന്. എന്തായിരുന്നു അന്നത്തെ കാലങ്ങൾ? എന്തൊരു തീക്ഷ്ണതയായിരുന്നു! ദൈവത്തിന് സ്തോത്രം. കിട്ടിയാൽ ജീവനാണെന്നറിയാം, അത് അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ, ആനന്ദം അനുഭവിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഹൃദയത്തിൽ വരുന്നതും പിശാച് മാറുന്നതും നന്നായിട്ട് അനുഭവിച്ചാണ്. ഇരുളും വെളിച്ചം എന്താണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കാലത്തിലും ഞങ്ങളുടെ സങ്കടം അതാണ്. ഇരുളിനെ അറിയുന്നില്ല, വെളിച്ചത്തെ അറിയുന്നില്ല. ഇങ്ങനെ പോവുക. സംഘം കൂടി വന്ന് ഓടി വന്ന് നിൻ്റെ ജനമായിട്ട് വന്ന് നിൻ്റെ അടുക്കൽ വന്ന് വചനം കേൾക്കുന്നു. പക്ഷേ എന്താ? അവർ കേൾക്കുന്നെങ്കിൽ നിൻ്റെ വചനം കേൾക്കുന്നു, എന്നാൽ അവയെ ചെയ്യുന്നില്ല. ഇത് കേട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് വലിയൊരു തെറ്റിദ്ധാരണ, ഒരു പോഷ്കാണ് വ്യാപരിക്കുന്നത്. കേട്ടാൽ മതി, കുഴപ്പമില്ല. കുറേ നാൾ കേട്ട് കഴിയുമ്പോൾ അതങ്ങ് അനുഭവമാകുന്ന വിചാരം തെറ്റാണത്. അങ്ങനെയൊന്നും ആകില്ല, തഴമ്പിക്കും. നാളുകൾ കേട്ടിട്ട് അനുസരിക്കുന്നില്ലേ, പരിശുദ്ധാത്മാവ് മാറിപ്പോവും. പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷ അങ്ങ് മാറിപ്പോവും. പിന്നെ ഒന്നും നടക്കില്ല. വിചാരിക്കുന്നതല്ല, തഴമ്പിക്കും, മനസ്സ് കട്ടുപിടിക്കും. പിന്നെ രണ്ടായിരുന്ന അവയെ ചെയ്യുന്നില്ല. വാ കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പറഞ്ഞു. വായിലെ സ്തുതിയുണ്ട്, വായിലെ സാക്ഷ്യമുണ്ട്, വായിലെ എന്തെല്ലാം കാര്യങ്ങൾ നല്ലത് പറയാനുണ്ട്. കൂട്ടായ്മയെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേദപുസ്തകത്തെക്കുറിച്ചും എല്ലാം നല്ലത് പറയാനുണ്ട്. പക്ഷേ ഹൃദയം ദുരാഗ്രഹത്തെ വിട്ടുപോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും പ്രയാസമാണ്. ഞാനിത് അനുഭവിക്കുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രയാസപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കെട്ടിന്മേൽ കെട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു പരമസത്യം. ഇത് വചനമല്ലേ, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ കൂടി വരുന്നത് നല്ലതാണ്, വചനം കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ അനുസരിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാ ദോഷം വരും. എന്താ പറഞ്ഞ്? അവർ വചനം കേൾക്കുന്നുണ്ട്, അവർ വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതറിയുന്ന എത്ര പേരുണ്ട്? എന്തിനായി വചന സൂക്ഷ? നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ദൈവസനയിൽ ചെന്നത് അഴിക്കുക എന്നുള്ളതല്ലേ. ഇത് അഴിക്കുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? സാധാ മനുഷ്യൻ നമ്മളുമുള്ള എന്ത് വ്യത്യാസം? എല്ലാം ചടങ്ങ് പോലെ ചെയ്താൽ മതിയോ? ഹൃദയത്തിൽ ദൈവം വന്ന് ഇറങ്ങി വരണ്ടേ? ഹൃദയം രൂപാന്തരപ്പെടണ്ടേ? ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണ്ടേ?
ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി തീരണ്ടേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ഹൃദയം ദൈവത്തിൻ്റെതാണ്, വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് അശുദ്ധമാക്കാൻ എനിക്ക് സാധ്യമല്ല. കടുത്ത തീരുമാനമുള്ള എത്ര പേരുണ്ട്? ദൈവം വില കൊടുത്തവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച ഈ ശരീരം, അതിപരിശുദ്ധമായ ആത്മാവിനെ തന്ന ഈ ശരീരം, അവനോട് കൂറ് പുലർത്തിക്കൊണ്ട് ഇത് പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഏദൻ തോട്ടം പരിശുദ്ധമായും ഭാവനമായും സൂക്ഷിക്കാൻ ആദാമിന് ഹവ്വായ്ക്കുള്ളതാണ്. അവിടെ പാമ്പ് കയറിയപ്പോൾ അത് അറിയേണ്ടതായിരുന്നു, അനുവദിക്കാൻ പാടില്ലായിരുന്നു. പാമ്പിനെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഹവ്വായ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അവിടെയാണ്. നമ്മൾ പലതും എൻ്റർടൈൻ ചെയ്യും. ഇല്ല, വിശുദ്ധൻ വിശുദ്ധൻ തന്നെയാണ്. അവൻ്റെ കടപ്പാട് ദൈവത്തോടാണ്, അവൻ്റെ കടപ്പാട് ഈ വചനത്തോടാണ്. വചനമനുസരിക്കുന്നൊരു കാര്യമല്ലാതെ വേറെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ കാണുകയില്ല. കാരണം ഈ വചനമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ വചനത്തിൽ കൂടെയാണ് ക്രിസ്തുവിനെ കാണുന്നത്. ഈ വചനത്തിൽ കൂടെയാണ് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട്ട് ചെല്ലുന്നത്. ഈ വചനത്തിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത്. ഈ വചനത്തിൽ കൂടെയാണ് രക്ഷ കിടുന്നത്, അല്ല വേറെ ഒന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിച്ചു നോക്കാം. യെരമ്യാ പറഞ്ഞ 6:14. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമാധാനം ഇല്ല. എല്ലാവരും പറയുന്ന കൂട്ടായ്മ വന്നപ്പോൾ സമാധാനം കിട്ടിയെന്നാണ് പറയുന്നത്. ശരി, കൊള്ളാം, നല്ല കാര്യം. ഇന്നുണ്ടോ അസമാധാനം? എന്താ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ? എന്താ ഈ സമാധാനം? ലോകം തരാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ അതാണ്. ഞാൻ തരും സമാധാനം ലോകം തരുന്ന പോലെ അല്ല. ലോകത്തിന് തരാനും പറ്റത്തില്ല, ലോകത്തിന് സമാധാനം എടുത്തു കളയാനും പറ്റത്തില്ല. ക്രിസ്തു തേജസ്സോടെ ഇറങ്ങി വരുന്നത് കൊണ്ടുള്ള സമാധാനം, ആ സമാധാനം വിലയുള്ള സമാധാനമാണ്. അത് വില കൊടുത്ത് വാങ്ങിക്കേണ്ട സമാധാനമാണ്. അതില്ലാതിരിക്കുക സമാധാനം എന്ന് മറ്റുള്ളവരെ കാണിച്ചിട്ട് എന്ത് പ്രയോജനം? ഞാൻ ഈ കൂട്ടായ്മ ഒരു കാര്യം പഠിച്ചു. എൻ്റെ ഉള്ള അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും മറച്ചു പിടിക്കാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനും അറിഞ്ഞാൽ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ സമാധാനപ്രഭു ഉണ്ടോ? സമാധാനം ഇല്ലാതിരിക്കുക സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആശ്വസിച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഏത് സമാധാനമാണ്? പാപം മാറിയ സമാധാനമാണോ? ക്രിസ്തു ഇറങ്ങി വന്ന സമാധാനമാണോ? പരിശുദ്ധാത്മാവ് ഇറങ്ങിയുള്ള സമാധാനമാണോ? രക്തത്തളിപ്പുള്ള സമാധാനമാണോ? ഉയരത്തിലേക്കുള്ള ആ നിക്ഷേപം കിട്ടിയ സമാധാനമാണോ? സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള സമാധാനമാണോ? ആത്മാവിൽ പറക്കുന്ന സമാധാനമാണോ? എന്താണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം? വ്യക്തമായിട്ട് പറയുന്നു, പാപത്തെ മരണകരമായ വിഷമെന്ന് കണ്ട് അടിയന്തരമായ ചികിത്സ നൽകി പാപത്തോടെ പ്രാണത്യാഗത്തോട് എതിർത്ത് പറഞ്ഞ് നേടിയെടുക്കേണ്ടതാണ് ഈ സമാധാനം. എത്ര പേർക്കുണ്ട് ആ തീക്ഷ്ണത? യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും. പ്രിയപ്പെട്ട ഒരു കർത്താവായ യേശു ക്രിസ്തു, അവൻ രക്ഷിക്കാൻ വന്നവനാണ്, വീണ്ടെടുപ്പുകാരനാണ്, അവൻ രക്ഷകനാണ്, അവൻ ദൈവപുത്രനാണ്, എന്നെ സ്നേഹിച്ചവനാണ്, എന്നെ കരുതിയവനാണ്. പക്ഷേ ഈ യേശു ക്രിസ്തു തന്നെ അനേകർക്ക് ഇന്ന് ഇടർച്ചക്കല്ല, തടങ്കൽ പാറയാണ്. ക്രിസ്തുവിനെ കണ്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവനെ ഇട്ടിട്ട് പോവുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്രയോ പേര് കർത്താവിനെ കണ്ടെത്തിയിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട് 76 തൊട്ടുള്ള കാലം എന്തോരം ജനങ്ങളാണ് വന്നത്. അന്ന് തിയേറ്ററുകളൊക്കെ അടച്ചെന്നാണ് ഞാൻ കേട്ടത്. മദ്യഷാപ്പുകളെല്ലാം പൂട്ടി. കാരണം എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ വനം കേൾക്കാൻ വേണ്ടി പോവുക. തിയേറ്ററിൽ ആളില്ല, മദ്യഷാപ്പിൽ ആളില്ല. ജനങ്ങൾ പേടിച്ചത് എന്തൊരു അത്ഭുതം, ഇതെന്താ ഇവിടെ നടക്കുന്നത്? വലുതും ചെറുതുമായി സകല മനുഷ്യരും അവർ യോഗത്തിന് വരികയാണ്, അവരനുഭവിക്കുന്ന സന്തോഷം കാണുകയാണ്. എത്ര പേർ ഈ കോലഞ്ചേരി പ്രദേശം മുഴുവനും. ആ കാലഘട്ടത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്, ആദ്യമായിട്ട് വരുന്ന കാലഘട്ടമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വീട്ടിൻ്റെ മുറ്റത്ത് യോഗം, പാട്ടുപാടി ആർത്തുപാടി സ്തുതി. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം, ആദ്യ സ്നേഹത്തിൻ്റെ കാലം. ദൈവത്തിന് സ്തോത്രം. ഇന്നതുണ്ടോ? ഇവിടെ പോയി വന്നവരെല്ലാം ക്രിസ്തുവിനെ കണ്ടവരല്ലേ? സമാധാനം അറിഞ്ഞവരല്ലേ? പാവമില്ലാത്തൊരു സുഖം ലഭിച്ചവരല്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്നും ആ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞവരെന്തേ? എന്തു പറ്റി? എവിടെ പോയി?
ദൈവത്തിന് സ്തോത്രം. അയാൾ ഇടർച്ചക്കലായി, പിന്നെ കൂട്ടായ്മയ്ക്കെതിരാകാൻ തുടങ്ങി. കൂട്ടായ്മയ്ക്കെതിരെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തിനെതിരായി, യേശുവിനെതിരായി. അവർക്ക് പള്ളി മതി. പിന്നെയും പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സമാധാനം അനുഭവിച്ച അനേകരെ പിന്നെ തിരിച്ചു പോയി. അവർക്ക് ഇടർച്ചക്കല്ലാണ്, തടങ്ങൾ പാറയാണ് ക്രിസ്തു. എന്നാൽ പ്രിയപ്പെട്ട ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്, മൂലക്കല്ലായി ആത്മീയ ഗ്രഹം പണിയുന്ന ഒരു ന്യൂനപക്ഷം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കണ്ടിട്ടും അനേകർ പിന്മാറിപ്പോയപ്പോഴും, അനേകർ ദുഷിച്ചപ്പോഴും, അനേകരെന്തെല്ലാം പറഞ്ഞപ്പോഴും അവിടെ പാറ പോലെ ഉറച്ചു നിന്ന് ജീവനുള്ള ക്രിസ്തുവിനെ കണ്ട ഒരു ന്യൂനപക്ഷമുണ്ട്. എക്കാലത്തും ഒരു കുറ്റി, ഒരു ശേഷി. അതിൽ നീ പെടുവോ സഹോദര? നീ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇടച്ചക്കല്ലും തടങ്കൽ പാറയാകുന്നതിനേക്കാളും അടിസ്ഥാന മൂലക്കല്ലായി നിൻ്റെ ആത്മീയഗ്രഹം പണിയാൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെരമ്യാപ്രവചനത്തിൽ വ്യക്തമായിട്ട് പറയും, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത നീ മാറ്റിക്കളയുക. ദൈവത്തിന് സ്തോത്രം. ഹൃദയമാണ് പ്രിയരെ കുഴപ്പം. ഹൃദയമാണ് ദുരാഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നത്. ഹൃദയമാണ് ലോകത്തിലേക്ക് പോകുന്നത്. ഹൃദയമാണ് പാപത്തിലേക്ക് വഴിയുന്നത്. ഹൃദയമാണ് ഈർഷ്യയും അസൂയയും വാശിയും വൈരാഗ്യം എല്ലാം ഉള്ള കേന്ദ്രബിന്ദു. ആ ഹൃദയത്തിൻ്റെ ദുഷ്ടത കളയാനാ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ല്. നീ എൻ്റെ ഹൃദയത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അത് മരണകരമായ വിഷമാണ്, അതെന്നെ നശിപ്പിക്കും, നിത്യ നരകത്തിലേക്ക് പോകും. എനിക്കൊരു ഈർഷ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, താവേ എൻ്റെ ആത്മാവ് മരിച്ചു, യാതന സ്ഥലത്തേക്ക് ഞാൻ വലിച്ചുകൊണ്ട് പോവുകയാണ് ശത്രു എന്നെ. എനിക്ക് അബദ്ധം പറ്റി, തെറ്റുപറ്റി, സൂക്ഷ്മത കുറവ് വന്നുപോയി, കർത്താവെ ക്ഷമിക്കണം. ഇതിൻ്റെ മൂലകാരണമായ വേരെൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. സ്നേഹമില്ലാത്ത പെരുമാറ്റം എൻ്റെ ഹൃദയത്തിൽ മാറ്റിത്തരണം. അങ്ങനെ പറയുന്നവരെ ദൈവം കരുതും പ്രിയരെ, അവരുടെ ബന്ധനം അഴിച്ചു കൊടുക്കും. ബന്ധനം അഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും നീ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദൈവം നിന്നോട് എങ്ങനെയായിരിക്കും ഇടപെടാൻ പോകുന്നത്? ശരിയാണ്, എൻ്റെ അത്യാവശ്യബോധം, എൻ്റെ ആത്മാവിനെക്കുറിച്ച് എനിക്കൊരു അത്യാവശ്യബോധം ഉണ്ടോ എന്ന് ദൈവം നോക്കും. ശരിയാണ്, ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നില്ല. എത്രമാത്രം തീക്ഷ്ണതയുണ്ട്. അബ്രഹാമിന് 25 കൊല്ലം വേണ്ടി വന്നു ഒരു കുട്ടിയെ കിട്ടാൻ. നമ്മളോ കിട്ടിയാലെന്നാ കിട്ടിയില്ലെന്നാ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പാപം മാറണം എന്നുള്ള നിർബന്ധമാണ്. ലോകകാര്യങ്ങളാണ്, കിട്ടിയാലും കിട്ടിയില്ലെന്ന് സാരമില്ല. പക്ഷേ എൻ്റെ ബന്ധനം അഴിയണ്ടേ, പാപത്തോളം ആസക്തി മാറണ്ടേ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കണ്ടേ? ദൈവത്തിന് നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിന് ദുഷ്ടതമായി കളയുക. യെശയ്യാപ്രവചനം 51:1 പറയും, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനികറുപ്പത്തിലേക്ക് നീ നോക്കുക. നീ എവിടെയാണ് കടന്നിരുന്നത്? നിന്റെ ചിന്ത എന്തായിരുന്നു? നിന്റെ വികാരം എന്തായിരുന്നു? നിന്റെ ആഗ്രഹം എന്തായിരുന്നു? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ എവിടൊക്കെയാണ് ഓടിയത്? നീ തൊട്ടത് ഏതെല്ലാം കാര്യത്തിൽ? നീ സന്തോഷിച്ചത് ഏതെല്ലാം കാര്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്ക്. നിൻ്റെ ആളത്തം എന്താന്ന് നോക്ക്. അവിടുന്നാണ് ജീവനുള്ള ക്രിസ്തു നിന്നെ ആഴക്കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തത്. എത്ര പേർക്ക് ഇന്ന് നന്ദിയുണ്ട്? ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്കുണ്ട് നന്ദി? എന്നെ സ്നേഹിച്ച കരം, എന്നെ മാനിച്ച കരം, എന്നെ അനുവദിച്ച കരം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്താണ് യോഗ്യത? ഒന്നുമില്ല. സാധാ മനുഷ്യനെ പോലെ പാപത്തെ മുങ്ങിക്കടന്ന മനുഷ്യനായിരുന്നു ഞാൻ. എങ്കിലും ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. ആഴക്കുഴിയിൽ നിന്നും ആ പരിശുദ്ധ കരം എന്നെ പൊക്കിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും സഹോദരാ, നീ ഉറപ്പുള്ള പാറയിലാണോ നിൽക്കുന്നത്? നിൻ്റെ നാവിൽ സ്തുതിയുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകരത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണം. വന്ന വഴികളെ നമ്മൾ ഓർക്കണം. നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഓർക്കണം. അനുദപിച്ചാൽ മടക്കി കിട്ടും. ഇന്നത്തെ കാലമൊന്നുമല്ല, ഇന്ന് സമൃദ്ധിയുടെ കാലമാണ്. ലോകപ്രകാരം എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഇന്ന് കഷ്ടതയില്ല, ദാരിദ്ര്യമില്ല. ഇന്ന് അനേകർക്ക് രോഗവുമില്ല. അന്ന് അനേകർക്ക് കടബാധ്യതയുമില്ല. എല്ലാം സുഭിക്ഷമായി ജീവിക്കുന്ന നല്ല കാലത്ത് നിൻ്റെ ദൈവത്തെ നീ മറന്നു പോകുന്നുണ്ടോ? നിൻ്റെ ആത്മാവിൻ്റെ കാര്യം നീ മറന്നു പോകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, മനം തിരിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്ന എല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ജോലി ചെയ്യാൻ നേരമോ എന്നിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? പാപചിന്തയല്ലെന്ന് പറയാമായിരിക്കും, ലോകചിന്തയായിരിക്കും. ആ ലോകചിന്ത നിൻ്റെ വിഗ്രഹമാണ്. നിൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന കാര്യങ്ങളാണ്. നിൻ്റെ ഹൃദയം വ്യാപൃതമാകുന്ന കാര്യങ്ങളാണ്. നിനക്ക് ക്രിസ്തുവില്ലാതെ എന്തുകൊണ്ട് സഹോദരൻ നിൻ്റെ ചിന്ത ഉയരത്തിലേക്ക് പോകുന്നില്ല? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉയരത്തിലേക്ക് പോകുന്നില്ല. ദൈനംദിന അത്യാവശ്യ ജോലി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഹൃദയം ഉയരത്തിലേക്ക് പോകുന്നില്ല? ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിന്ന് പറയുന്നു, പക്ഷേ പോകുന്നുണ്ടോ?
എന്തുകൊണ്ട്? അത് തടയുന്ന ഒരു പിശാചുണ്ട്. ഈ ലോകത്തിലേക്ക് കെട്ടിയിടുന്ന ഒരു പിശാചുണ്ട്. നിനക്കൊരിക്കലും പറക്കാൻ പറ്റില്ല. കർത്താവ് രണ്ടാം വരുമ്പോൾ പറക്കുമെന്നാണോ വിചാരം? സാധിക്കില്ല. മരണക്കിടക്കയിൽ ദൂതന്മാർ നിന്നെ കൊണ്ടുവന്നാണോ? സാധിക്കയില്ല. പ്രിയപ്പെട്ടവരെ, നടക്കാത്ത കാര്യങ്ങളാണ്. ഇന്ന് നടക്കുന്ന കാര്യം എന്താണ്? നിന്റെ നല്ല കാലത്തിൻ്റെ യൗവനകാലത്തിൻ്റെ ഇഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആ ക്രൂശിനെ മാനിക്കുക, ആ രക്തത്തെ മാനിക്കുക, ആ കാൽപാദങ്ങളിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ നിന്റെ തരിശിനില നീ ഒഴുകുക. നീ ചില അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. മുള്ളുകളുടെ വിതച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒഴുകുക. ഹൃദയം മുഴുവൻ ഉഴുതു മറിക്കുക. പാപം മുഴുവൻ കണ്ടുപിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരു ശരിയായ മാനസാന്തരം വരട്ടെ. ആദ്യ സ്നേഹത്തിന് വേണ്ടി നീ കൊതിക്കുക. ദൈവം നിനക്ക് തരും, നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളാലും നിറയ്ക്കും. ദൈവത്തിന് സ്തോത്രം.